അങ്ങനെ കാട്ടാളം കണ്ടതിൻ്റെ ക്ഷീണം മാറ്റാൻ കറക്കത്തിന് കയറി കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ബ്ലാസ്റ്റ് കണ്ടു. ബ്ലാസ്റ്റ് പേര് പോലെ തന്നെ പ്യുവർ ബ്ലാസ്റ്റ്. ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം. മാസ് സിനിമ എന്ന ലേബലിൽ അല്ലെങ്കിൽ മാസ് ആക്ഷൻ ത്രില്ലർ എന്ന ലേബലിൽ പല സിനിമകളും നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കാട്ടാളൻ എന്താ പറയുക, മാസ് ആക്ഷൻ മാസ് എൻ്റർടൈനർ എന്നും പറഞ്ഞ് പോയി കണ്ടൊരു പടമാണ്. എന്നാൽ ഒരു നിലവാരവുമില്ലാത്ത ഒരു തട്ടിക്കൂട്ട് പടം മാത്രമായി പോയി കാട്ടാളൻ. അതിനെ വെച്ച് നോക്കുമ്പം ഇതിനെ നമുക്ക് പ്യുവർ മാസ് ആക്ഷൻ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാം. അതുപോലുണ്ട് സിനിമ. മേക്കിംഗ് ആണെങ്കിലും ശരി, ആക്ഷൻ ആണെങ്കിലും ശരി, BGM ആണെങ്കിലും ശരി, എല്ലാം കൊണ്ടും ഒരു നിലവാരം, ഒരു മിനിമം നിലവാരം പുലർത്തിയിട്ടുണ്ട് ഈ സിനിമ. നമുക്ക് എല്ലാ രീതിയിലും തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് ബ്ലാസ്റ്റ്. എസ്പെഷ്യലി ഇത് പറഞ്ഞു വെക്കുന്ന കുറേ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങൾ, അതെല്ലാം വളരെ തോട്ട്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. എസ്പെഷ്യലി പെൺകുട്ടികൾ ശരിക്കും മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ശരിക്കും ഇനി വരുന്ന തലമുറയിലുള്ള പെൺകുട്ടികൾക്ക് ഒരു തികച്ചും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വലിയ കാര്യങ്ങൾ ചെറിയ രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് സിനിമ. അത് എങ്ങും ഏച്ചുകെട്ടില്ലാതെ മുഴച്ചു നിൽക്കാതെ കൃത്യമായി പ്ലേസ് ചെയ്താണ് സിനിമയിൽ പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നത്. ഇത് ശരിക്കും സ്ത്രീകൾക്ക് പറ്റിയൊരു സിനിമയാണ്. സ്ത്രീകൾ മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ കൈയടിക്കും, നിങ്ങൾക്ക് ഉള്ളു തുറന്ന് നന്നായിട്ട് സിനിമ ആസ്വദിക്കാൻ കഴിയും. തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഈ ആഴ്ച ഇറങ്ങിയ സിനിമകളിൽ ഞാനിപ്പോൾ കാട്ടാളൻ കണ്ടു, കറക്കം കണ്ടു, ബ്ലാസ്റ്റ് കണ്ടു. എനിക്ക് ഇതിൽ എന്തെങ്കിലും ഒരു മിനിമം സാറ്റിസ്ഫാക്ഷൻ തന്ന മൂവി ബ്ലാസ്റ്റാണ്. കറക്കം ഒരു നിലവാരവും ഇല്ലാത്തൊരു തട്ടിക്കൂട്ട് പടം, ക്ലീശേ പടം. കാട്ടാളനാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഈ ആഴ്ച ഒരു ലോങ് വീക്കെൻഡ് ആയിരുന്നു, അവധികളുണ്ടായിരുന്നു. ഇനി സാറ്റർഡേ സൺഡേ ഉണ്ട്. നിങ്ങൾ ഈ ആഴ്ച ഒരു സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ ബ്ലാസ്റ്റിന് കൊടുക്കുക. ദൃശ്യം 3 ഒന്നും കണ്ടിട്ടില്ലാത്ത മലയാളം സിനിമ അടുത്തിറങ്ങിയത് ദൃശ്യം 3 മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ മലയാളം അല്ലാണ്ട് വേറെ ലാംഗ്വേജ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, തമിഴ് ലാംഗ്വേജ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാസ്റ്റ് കാണാം. ഞാൻ പ്രിഫർ ചെയ്യുന്നു. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ഈ വീക്കെൻഡിൽ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു മൂവിയാണ് ബ്ലാസ്റ്റ്. തിയേറ്ററിൽ തന്നെ പോയി കാണുക. വേറുള്ള അലുക്കുലുത്ത് പടങ്ങൾക്ക് പോയി തലവെക്കാതെ നിങ്ങളുടെ ഒരു നല്ല വീക്കെൻഡ് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കൈയടിച്ച് ആരവത്തോടെ ഓളത്തോടെ കാണാൻ പറ്റിയൊരു ഗ്യാരണ്ടി മൂവി തന്നെയാണ് ബ്ലാസ്റ്റ്. ഞാനീ പറഞ്ഞതൊക്കെ എൻ്റെ അഭിപ്രായം മാത്രമാണ്. ചിലപ്പം നിങ്ങളിൽ സിനിമ കണ്ടവരുണ്ടാവാം, നിങ്ങൾക്ക് വേറെയും അഭിപ്രായങ്ങളുണ്ടാവാം. എൻ്റെ അഭിപ്രായത്തിൽ ഈ ആഴ്ചയിൽ ഇറങ്ങിയ അല്ലെങ്കിൽ അടുത്ത കുറച്ച് ആഴ്ചകളായിട്ട് ഇറങ്ങിയ പടങ്ങൾ ഈ ആഴ്ച അടുത്തടുത്ത് വെച്ച് കുറേ പടങ്ങൾ ഇറങ്ങി. കറുപ്പൻ, കാട്ടാളൻ, കറക്കം ഒക്കെ. ഇതൊന്നും പോയി തലവെക്കാതെ നിങ്ങൾ നല്ലൊരു പടം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്ലാസ്റ്റ് പോയി കാണുക. പോയി കണ്ട് എൻജോയ് ചെയ്യുക. തിയേറ്ററിലൊരു ഓളമായിരിക്കും. അത് കൂട്ടത്തോടെ പോയി തന്നെ പോയി കാണുക. ഓളം വെച്ച് കൈയടിച്ച് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് ബ്ലാസ്റ്റ്. ഇതിന് പ്രത്യേകം പറയാനുള്ളത് അർജുനാണെങ്കിലും ശരി, അർജുൻ ആക്ഷൻ കിങ്, പിന്നെ നമ്മുടെ അഭിരാമി, പിന്നെ നമ്മുടെ നായിക പ്രീതി മുകുന്ദൻ, വിവേക് പ്രസന്നൻ, ഇവരുടെ എല്ലാം പെർഫോമൻസ്. ആക്ഷൻ കിങ് അർജുൻ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് പ്രത്യേകം നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. എന്നാൽ അഭിരാമി, പ്രീതി മുകുന്ദൻ, ഇവരുടെയൊക്കെ എന്താ പറയുക, അത് തിയേറ്ററിൽ കൈയടിക്കാനുള്ള വകുപ്പ് തന്നെയുണ്ട്. സിനിമയെപ്പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആകുമെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇതിൽ പല ക്ലീശേ കാര്യങ്ങളും ബ്രേക്ക് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ വീക്കെൻഡ് ഞാൻ നിങ്ങൾക്ക് എസ്പെഷ്യലി സജസ്റ്റ് ചെയ്യുന്ന മൂവി ഇത്രയും മൂവികളിൽ കാട്ടാളൻ, കറുപ്പൻ, കറക്കം, ബ്ലാസ്റ്റ്, ഈ 4 മൂവികളിൽ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന മസ്റ്റ് വാച്ച് എന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് ബ്ലാസ്റ്റ്. നിങ്ങൾ പോയി കാണുക, അഭിപ്രായം രേഖപ്പെടുത്തുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.